How catching a ball is very important for handwriting. റൈറ്റ് ഏജിൽ മൂവ്മെൻറ്റ് മോട്ടോർ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യണില്ലെങ്കിൽ ഇഫ് യുവർ ചൈൽഡ് ഹാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ക്യാച്ചിങ് എ ബോൾ എറിഞ്ഞ് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യുവർ ചൈൽഡ് മേ ഓൾസോ ഹാവ് ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ്. അപ്പോൾ അത് റൈറ്റ് ഏജിൽ നമ്മളും അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി ഇൻ്റർവെൻഷൻ, ഏർലി ഇൻ്റർവെൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ സൂചിയും കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരും. ഈ ബോൾ ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ കാര്യമുണ്ടെന്ന് നോക്കിക്കേ. ഹാൻഡ് ഐ കോർഡിനേഷൻ വേണം, വിഷ്വൽ സ്പേഷ്യൽ റീസണിങ് വേണം, ഫൈൻ മോട്ടോർ മസിൽസ്, ഗ്രോസ് മോട്ടോർ മസിൽസ്. ഇനി ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ബോൾ എറിഞ്ഞു കൊടുത്ത് വലിയ ഫുട്ബോൾ പോലത്തെ അങ്ങനെ വെച്ച് ഡിക്കാത്തലോണിൽ നിങ്ങൾക്ക് മേടിക്കുന്ന സോഫ്റ്റ് ഫുട്ബോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് 2 കൈ കൊണ്ടായിരിക്കും പിടിക്കുക. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴാണിങ്ങനെ ഒരു കൈ കൊണ്ട് എറിഞ്ഞ് പിടിക്കാനുള്ള ഇത് വരിക. മോട്ടോർ മൈൽ സ്റ്റോൺസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ബോൾ പാസ് ചെയ്യുക, ഇങ്ങനെ എറിഞ്ഞിട്ട് പിടിക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ. ബൈലാറ്ററൽ കോർഡിനേഷൻ, മിഡ് ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് ഇത് ഹാൻഡ് റൈറ്റിങ്ങിനും റീഡിങ്ങിനും എല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ റൈറ്റ് ഏജിൽ ഇപ്പോൾ ChatGPT ഉള്ളതുകൊണ്ട് നിങ്ങൾ പാരൻസിന് തന്നെ എല്ലാ കാര്യങ്ങളും പ്രിമിറ്റീവ് റിഫ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്താണെന്നും ഏതൊക്കെ റിഫ്ലക്സസ് ആണ് റീറ്റെയിൻഡ് ഉള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ആൻഡ് ഹാപ്പി പാരൻറ്റിങ്. യൂസ്ഫുൾ ആണെന്നാണെങ്കിൽ മറ്റുള്ളവർ